സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NMMS മാത്ത് സെക്ഷനിലെ പെരിമീറ്റർ ആൻഡ് വോളിയം എന്ന ടോപ്പിക്കാണ്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ ടേബിൾ ഈസ് 4500 centimeter square and length 90 centimeter. Find the breadth. ഒരു ദീർഘചതുരാകൃതിയിലുള്ള മേശയുടെ ഏരിയ പരപ്പളവ് 4500 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ നീളം 90 സെന്റിമീറ്റർ ആണ്. എങ്കിൽ അതിന്റെ വീതി എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 100 സെന്റിമീറ്റർ 100 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 50 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 40 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 25 സെന്റിമീറ്റർ. നമുക്കത് എങ്ങനെ ചെയ്യണേ നോക്കാം. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാ? 4500. ഏരിയ ഈസ് ഈക്വൽ ടു 4500 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്കറിയാം ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. എത്ര? 90 സെന്റിമീറ്റർ ആണ് ലെങ്ത്. ഏരിയ തന്നിട്ടുണ്ട് 4500, 4500 സെന്റിമീറ്റർ. അപ്പൊ ഏരിയയുടെ പ്ലേസിൽ നമുക്ക് 4500 കൊടുക്കാം. This is equal to length 90 into breadth. നമുക്ക് കിട്ടേണ്ടത് ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ഈ ബ്രെഡ്ത്തിനെ നമുക്ക് ഈക്വലിന്റെ ഇപ്പുറത്തേക്ക്, ബ്രെഡ്ത്ത് ആണ് നമുക്ക് കാണേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 4500 ഡിവൈഡഡ് ബൈ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അപ്പൊ ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആയി. ഡിവൈഡഡ് ബൈ 90. നമുക്ക് ഇതിലെ ഓരോ സീറോ കട്ട് ചെയ്ത് കളയാം. ഇനി 450 ഡിവൈഡഡ് ബൈ 9 ആണ് അല്ലേ. ഇനി 45 9 എത്ര പ്രാവശ്യം പോകും നോക്കാം. 5 times. 5 9s are 45. ഇവിടെ ഒരു സീറോ ഉണ്ട്. 50 is equal to 50 സെന്റിമീറ്റർ. breadth is equal to breadth വീതി സമം 50 സെന്റിമീറ്റർ. ഓപ്ഷനിലേക്ക് നോക്കിയേ. ഓപ്ഷൻ ബി 50 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 44 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 44 സെന്റിമീറ്റർ ആണ്. അതിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 64 സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 144 സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 88 സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 121 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 44. അതായത് നമുക്കറിയാം പെരിമീറ്ററിന്റെ ഇക്വേഷൻ, പെരിമീറ്റർ 4a ആണ്. അപ്പോൾ 4a ഈസ് ഈക്വൽ ടു 44. പെരിമീറ്ററിന്റെ ഇക്വേഷൻ 4a, അതായത് 4 സൈഡ്സ് കൂടിയതാണ് എന്ത് 44 എന്ന് പറയുന്നത്. 44 is equal to, നമുക്കിപ്പോ ഒരു 4 സൈഡ്സ് ആണ് 44. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് കാണാനായിട്ട്, a കാണാനായിട്ട് എന്ത് ചെയ്യണം? 44 divided by 4. That is equal to 11. ഒരു സൈഡ്, ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 11 ആണ്. അപ്പൊ 4 സൈഡും എന്തായിരിക്കും? 11 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ is equal to side into side ആണ്. Side into side. That is equal to a square. അങ്ങനെയാണെങ്കിൽ
That is equal to 11 into 11 equal to 121. 121 centimeter square. Option A നോക്കിയേ. Option D 121 centimeter square ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. What is the volume of a rectangular block of length 3 meters, breadth 2 meters and height 1 meter? ഒരു ദീർഘചതുരാകൃതിയിലുള്ള ബ്ലോക്കിന്റെ നീളം 3 മീറ്ററും വീതി 2 മീറ്ററും ഉയരം 1 മീറ്ററുമാണ് എങ്കിൽ അതിന്റെ ഉള്ളളവ് വോളിയം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 8. നമുക്ക് കാണേണ്ടത് the volume of a rectangular block. Volume is equal to length into breadth into height. Volume is equal to നീളം into വീതി into ഉയരം. Length is equal to 3 into breadth 2 into height 1. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 3 into 2 6 into 1 that is equal to 6. ഓപ്ഷൻ സി 6 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായില്ലേ എല്ലാവർക്കും?